തന്ത്രപരമായിട്ട് നമ്മൾ ചെക്കനെ ഉറക്കി ഇത് തന്നെ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ മെനു കാർഡ് കൂടെ വിരലൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ നൂഡിൽസ് പറയാമെന്ന് വിചാരിച്ചു. അവർ ഭയങ്കര ഹൈടെക് ആയിട്ട് ബീഫും പ്രോൺസൊക്കെ പറയുമ്പോൾ ഞാൻ എഗ് നൂഡിൽസ് ആയിരുന്നു കേട്ടോ പറഞ്ഞത്. അങ്ങനെ ദേ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു അവിടെ നിന്ന് നമ്മുടെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ ദേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും ഇത് മേടിച്ചോട്ടെ. എനിക്കതിൻ്റെ കളക്ഷനൊന്നും ഇല്ലാത്തതാണ് ഞാൻ മേടിക്കാൻ പോയില്ല. അങ്ങനെ പിറ്റത്തെ ദിവസമായി ചെക്കനുള്ള ഫുഡ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോണത് സ്വിമ്മിംഗ് പൂളിലാണ്. പൂളുള്ള റിസോർട്ട് എടുത്തിട്ട് ഇതുവരെ നമ്മൾക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓൾറെഡി ഇറങ്ങാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് അവിടെ ആ സൈഡിലിരുന്ന് അവന് ഫുഡൊക്കെ കൊടുക്കായിരുന്നു. ഇവർ നന്നായി ആർമതിച്ചു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതേപോലെ തിരിച്ചു കൊണ്ടുവരുന്ന അമ്മയുടെ ഓർഡറുള്ള കാരണം 2-3 വട്ടം ചെക്ക് ചെയ്തു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെയും കുളിച്ച് കുട്ടപ്പികളായിട്ട് നമ്മൾ ഇറങ്ങാനുണ്ട്. ഇപ്രാവശ്യം നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ലഗേജ് ആദ്യം നമുക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാ. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ചെക്കിന് കൊടുത്ത കാരണം തന്നെ നല്ല സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ നേരെ നമ്മൾ 5 തെങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി. അതിനിടയിൽ ഞാൻ അവന് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ ആ ചേച്ചിനെ മയക്കിയിട്ട് അവൻ എന്ത് ചെയ്തു, ആ ചേച്ചിയിൽ നിന്ന് ഒരു ചോക്ലേറ്റും കൊണ്ട് മേടിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിൽ നോക്കുകയാണ്. പോണ വഴിക്ക് അവിടുത്തെ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. പാട്ട് കേട്ട് കഴിഞ്ഞ ചെക്കൻ പിന്നെ പ്രഭുദേവ പോലെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ ബൈ.